Reflex Tech വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 4 ചാനൽ സ്റ്റീരിയോ അതുപോലെ തന്നെ ഒരു സബ്വൂഫർ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ സബ്വൂഫറിൽ ഉപയോഗിച്ചിരിക്കുന്നത് 8 ഇഞ്ച് സബ്വൂഫറാണ്. ഇത് മറാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത് ആദ്യമേ ഉള്ളതാണ്. നമുക്ക് ഇപ്പോഴും സ്പീക്കറുകളൊക്കെ അതുപോലെ തന്നെ സബ്വൂഫറുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ മറാൻസിൻ്റെ സബ്വൂഫറാണ്. അതാണ് ഈ ആംപ്ലിഫയറിൽ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയർ ചെയ്യുന്ന ആൾക്ക് സബ്വൂഫർ വീട്ടിലില്ല, അതുകൊണ്ട് 8 ഇഞ്ച് ചെറിയ രീതിയിലുള്ളത് മതി, 12 ഇഞ്ച് വേണ്ട, അതുകൊണ്ടാണ് 8 ഇഞ്ച് എടുത്തത്. അതുപോലെ തന്നെ മറ്റുള്ള ചാനലിൻ്റെ സ്പീക്കറുകളൊക്കെ 2 വലിയ സ്പീക്കറും അതുപോലെ തന്നെ 2 ചെറിയ സ്പീക്കറാണ്. അതിന് വേണ്ടിയിട്ടാണ് 4 സ്റ്റീരിയോ ചാനലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥിരം ഉപയോഗിക്കാറുള്ളതൊക്കെ തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഒരു 200-200ലാണ് ചെയ്തിരിക്കുന്നത്. അത് പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ്, 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു സ്റ്റീരിയോ ചാനലും ചെയ്തിട്ടുണ്ട്. അത് 2 ചാനലാണ് 100 വെച്ചിട്ട് 4 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ്. മോസ്ഫെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോസ്ഫെറ്റിന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്ഫെറ്റ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് വേറെ സബ്വൂഫറിൻ്റെ പ്രീ ഉപയോഗിച്ചിട്ടുണ്ട്, ബസ്സുണ്ട് സബ്വൂഫറിൻ്റെ പ്രീ. അതുകൂടാതെ നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട് 15 ആംപിയർ. അതുകൂടാതെ തന്നെ 2 ആംപിയർ 3 ആംപിയർ ടാപ്പിംഗ് എടുത്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്നത്. പവർ സപ്ലൈ ബോർഡ് നമ്മുടെ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന ബോർഡ് തന്നെയാണ്. പല സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 27027 ഉപയോഗിക്കാം, 12012 കൊടുക്കാം, 5 വോൾട്ട്, അങ്ങനെ എല്ലാവിധ വോൾട്ടുകളും കറക്റ്റ് ചെയ്തിട്ട് വേണ്ടിയിട്ടാണ് നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ ആംപ്ലിഫയറിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ വിത്ത് ഡിലേ ആണ് നമ്മൾ ഇതിനകത്ത് 5 ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ സാധാരണ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ച് വീതിയിൽ നിൽക്കും. ഇത് നമ്മൾ ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 4 ഇഞ്ച് അടുത്ത് തന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. ആ ഹൈറ്റിനനുസരിച്ച് നമ്മൾ കോർ സൈസ് കുറച്ച് ഇതിൻ്റെ അകത്ത് എല്ലാവരും ഇരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പവർ സപ്ലൈ ബോർഡാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് 10000-ൻ്റെ 50 വോൾട്ട് 4 കപ്പാസിറ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. അതുകൂടാതെ തന്നെ നമുക്ക് 12 വോൾട്ടിൽ വേറെ സപ്ലൈകളുണ്ട് ഫാനിന് ഉപയോഗിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സബിൻ്റെ പ്രീ, അതുപോലെ തന്നെ ബേസ് ആൻഡ് ട്രബിളിൻ്റെ ബോർഡിലേക്കുള്ള സപ്ലൈ, ഇതൊക്കെ കൂടിയാണ് ഇതിനകത്ത് ടോട്ടലാണ് നമ്മൾ ഇതിനകത്ത് ഈ പവർ സപ്ലൈ ബോർഡ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് 3-വേ ബേസ് ട്രബിൾ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ബേസ് ഉണ്ട്, മിഡ് ഉണ്ട്, ട്രബിൾ ഉണ്ട്, അതുകൂടാതെ തന്നെ അതിൻ്റെ ഒരു ഓളിയോ ഉണ്ട്. ഇതാണ് അതിൻ്റെ ബേസ് ട്രബിൾ ബോർഡ് വരുന്നത്. അതുകൂടാതെയാണ് നമ്മൾ ബസ്സുവിൻ്റെ ഈ കാണുന്ന സബ്വൂഫറിൻ്റെ ഫിൽറ്റർ ഉപയോഗിച്ചിരുന്നത്. സബ്വൂഫർ പ്രീ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് 2 ചാനലാണ്. തോഷിബേരെ 2 പെയർ വെച്ചിട്ടുള്ള 2 ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ആംപ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വാട്ട് കൂട്ടിയാണ് 2 ചാനലിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 2 വാട്ട് കുറച്ചിട്ട് 100-100 വേറൊരു ചാനലിലേക്ക് വേണ്ടി ചെറിയ സ്പീക്കറിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഇത് കൊടുത്തിരിക്കുന്നത് കുറച്ച് വലിയ ബോക്സിന് വേണ്ടിയിട്ടാണ് വാട്ട് കൂട്ടി 200 കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ടാണ് നമ്മൾ സബ്വൂഫറിന് വേണ്ടി ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റ് 2 പെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഏകദേശം ഒരു 200 വാട്ട് മേലെ നമുക്ക് ഇതിൻ്റെ RMS വാട്ട് കിട്ടും. പിന്നെ കൊടുത്തിരിക്കുന്നത് അവിടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ്. ഈ പ്രൊട്ടക്ഷൻ 5 ചാനലിന് വേണ്ടിയിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വിത്ത് ഡിലേ. പിന്നെ ഇൻപുട്ട്, അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഔട്ടുകൾ, സബ്വൂഫറിനുള്ള ഔട്ട്, 2 ചാനലിനുള്ള ഔട്ട്, അതുപോലെ തന്നെ ചെറിയ ലെഫ്റ്റ് റൈറ്റ് ചാനലിനുള്ള ഔട്ട്, ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇതിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. പിന്നെ ഇതിനകത്തൊരു USB പാനൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മാസ്റ്റർ വോളിയം, അതായത് 4 ചാനൽ വിത്ത് സബ്വൂഫറിൻ്റെ വോളിയം ഒരേ ടൈമിൽ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസ്റ്റർ വോളിയം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വോളിയം 1 ഉണ്ട്, വോളിയം 2 ഉണ്ട്. ഈ വോളിയം 1 നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ചാനൽ തന്നെ ഒരു 100 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വോളിയാണ് അത് സെപ്പറേറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വോളിയം 2 കൊടുത്തിരിക്കുന്നത് കുറച്ച് വാട്ട് കൂടുതലാണ്, 200 കൊടുത്തിരിക്കുന്നത്. അത് സെപ്പറേറ്റ് കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വോളിയം 1, 2 അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന ഈ 2 ചാനലിൻ്റെ ബേസ്, മിഡ്, ട്രബിൾ, ഇത് കറക്റ്റ് ചെയ്ത് വെക്കണം. ഈ മിഡ് കൂടിയാലേ നമുക്ക് കൂടുതൽ അരോചകമാവുള്ളൂ. അതുപോലെ തന്നെ മിഡ് കുറഞ്ഞാലും ഈ പറഞ്ഞാൽ വോക്കൽ തീരെ താഴെ പോകും. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് കേൾക്കാൻ ഒരു ക്വാളിറ്റി
കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സബ് വൂഫറിൻ്റെ ഓളിയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടാണ് നാം മാസ്റ്റർ ഓളിയം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ സബ് വൂഫർ ഇല്ലാതെയാണ് ഇനിയിപ്പോൾ കൊടുക്കുന്നത്. അതായത് വാട്ട് കുറഞ്ഞ ചാനലിലേക്ക് കൊടുത്തു നോക്കാം. ഇതതിൻ്റെ ട്രബിള്, മിഡ്, ഇതതിൻ്റെ ബേസ്, ഇത് വാട്ട് കൂടിയ ചാനലാണ്. മിഡ്, ട്രബിള്. ഇനി നമുക്ക് 2 ചാനലും സബ് വൂഫറും കൊടുത്തു നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ആംപ്ലിഫയറിൻ്റെ ഉൾവശം അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും കേട്ട് നോക്കി അതിൻ്റെ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഈ ആംപ്ലിഫയറൊക്കെ വെച്ചതിൻ്റെ കാര്യം വെച്ച് നമുക്ക് പല രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് ആംപ്ലിഫയറുകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ സൈഡിൽ ഇരിക്കുന്ന മൊത്തം വരുന്നത്, ഈ ഭാഗത്ത് വരുന്നത് മൊത്തം 5.1കളാണ്. പല രീതിയിലുള്ള 5.1കളാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും താഴെ ഇരിക്കുന്ന ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 5.1ൻ്റെ റിമോട്ട് കിറ്റാണ്. അവർക്കത് 5.1 പോരാ, 2 സ്പീക്കറും കൂടെ അഡീഷണൽ വേണം. അതുപോലെ തന്നെ റൂമിൻ്റെ പുറകോട്ടേക്ക് നീളം കൂടുതലാണെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ കുറച്ച് 7.1 ആയിട്ട് ചെയ്ത്. ഇതിനകത്ത് ഒപ്റ്റിക്കലും കോയാക്സിലും ഇൻപുട്ട് ഉണ്ട്. ഇത് നമ്മൾ 5.1ൻ്റെ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രൊലോജിക് ബോർഡ് തന്നെയാണ്. 2 സ്പീക്കറും കൂടി സറൗണ്ട് 2 എന്നുള്ളത് 4 ആക്കി കൊടുത്തു മാത്രം. അതിൻ്റെ മുകളിലിരിക്കുന്നത് നോർമലി നമ്മൾ 5.2 ആണ്. പെർ ചാനൽ 100 വാട്ടും ഇതിലും പെർ ചാനൽ 100 വാട്ടാണ് വരുന്നത്. സബ് വൂഫർ 200 വാട്ടും ഇതിൽ അതുപോലെ തന്നെ 5.2 ആണ്. പെർ ചാനൽ 100 വാട്ട്, സബ് വൂഫർ 200 ആണ് നമ്മൾ ഈ ആംപ്ലിഫയറിലും കൊടുത്തിരിക്കുന്നത്. റിമോട്ട് കിറ്റാണ് ഇത് രണ്ടും വരുന്നത്. പിന്നെ വരുന്നത് ഈ ആംപ്ലിഫയർ ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥിരം 5.1ൻ്റെ പ്രൊലോജിക് ബോർഡ് തന്നെയാണ്. റിമോട്ട് ഇല്ലയെന്ന് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ വ്യത്യാസം. ഈ രണ്ടും ആംപ്ലിഫയർ സെയിം ആണ്. ഇതിനകത്ത് ഒരെണ്ണം ചെയ്തിരിക്കുന്നത് 5.1 ആയിട്ടും ഒരെണ്ണം 5.2 ആയിട്ടാണ് മാനുവൽ ചെയ്തിരിക്കുന്നത്. ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇരിക്കുന്നത് സെയിം തന്നെയാണ്. ഇതിനകത്ത് റിമോട്ട് കിറ്റ് ഉണ്ടെന്ന് മാത്രമുള്ളൂ 5.1 ആണ്. ഈ ഭാഗത്ത് വരുന്നതെല്ലാം 5.1 ആംപ്ലിഫയർ ആണ്. പിന്നെ ഈ വശത്തിരിക്കുന്ന ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ 2 ആംപ്ലിഫയർ സെയിം തന്നെയാണ്. 2.2 ആണ്. അതായത് 200 സബ് വൂഫറും അതുപോലെ തന്നെ 200 ലെഫ്റ്റ് റൈറ്റ് ചാനലും. ഈ കാണുന്നത് അത് തന്നെയാണ്. 200 സ്റ്റീരിയോ ചാനലും അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് 200 ആണ്. ഈ കാണുന്നതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് വ്യൂ മീറ്റർ, അതായത് LED ലൈറ്റ് നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഷോപ്പിലേക്ക് വേണ്ടിയാണ്. ആ ഷോപ്പിൽ 2 AC റൂം ആണ്, കോഫി ഷോപ്പ്, അതുപോലെ തന്നെ ഷവർമ, ഇങ്ങനത്തെ ഉള്ള ഒരു ഹോട്ടലാണ്. അതിനകത്തേക്ക് ചെയ്തിരിക്കുന്ന ഒരു വലിയ ഹാളിലേക്ക് വേണ്ടിയിട്ട് 4 ചെറിയ സ്പീക്കറും ഒരു സബ് വൂഫറാണ്. പിന്നെ താഴത്തെ റൂമിലേക്ക് ചെയ്തിരിക്കുന്നത് 2 സ്പീക്കറും ഒരു സബ് വൂഫറാണ്. പിന്നെ ഔട്ട്ഡോറിലേക്ക് വേണ്ടിയിട്ട് 2 വലിയ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഓപ്പൺ എയറിലേക്ക് വേണ്ടിയിട്ടാണ് ഷവർമ മറ്റുള്ള അൽഫാമൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇത്തിരി ഓളിയം കൂടുതൽ കിട്ടാനായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംപ്ലിഫയറും വ്യത്യാസമാണ്. 2 സബ് ഔട്ട്, 4 സ്പീക്കറിനുള്ള ഔട്ട്, അതുപോലെ തന്നെ 2 സ്പീക്കറിനുള്ള വേറെ ഔട്ട്, അതുപോലെ തന്നെ ഓപ്പൺ എയറിലേക്ക് വേണ്ടി 2 സ്പീക്കറിന് സെപ്പറേറ്റ്. അങ്ങനെ മൊത്തത്തിൽ കുറച്ചധികം ചാനലും 2 സബ് വൂഫർ വെച്ചിട്ടാണ് ഇത് കടകളിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലിരിക്കുന്നത് നോർമലി 2.1 ആണ്. അതായത് 100 പ്ലസ് സബ് വൂഫർ 200 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആംപ്ലിഫയറുകളൊക്കെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്കിത് കേരളത്തിന് പുറത്തായാലും നമുക്ക് കൊറിയർ സർവീസ് എല്ലായിടത്തേക്കും ഉള്ളതാണ് ഒരേപോലെ. കേരളത്തിന് പുറത്താണെങ്കിൽ കൊറിയറിൻ്റെ ചാർജ് കുറച്ച് കൂടുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി കേരളത്തിൽ എവിടെയായാലും നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ തന്നെ കാർട്ടൺ ബോക്സിൽ വെച്ചിട്ട് കൊറിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.